Hello, hi, welcome to the second session of the previous year question paper discussion of English usage. അപ്പോൾ നമ്മൾ previous year question papersൽ നിന്ന് English usage related ആയിട്ടുള്ള questions എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Question number 1. Choose the alternative so that the underlined part of the sentence is rendered correct. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു അണ്ടർലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The pharmaceutical company hired a consultant to supervise a task force studying lower salaries as to their effects on employees' morale. The pharmaceutical company hired a consultant to supervise a task force studying lower salaries as to their effects on employees morale. അപ്പോൾ ഈ ലോവർ സാലറീസ് എംപ്ലോയീസ് മൊറാലിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ സെറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ ആ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അവിടെ റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. Option A, studying what the effects lower salaries would have on employees' morale. Studying the effects of lower salaries on employee morale. For studying what are the effects in employees' morale that lower salaries would cause. Studying the effects of employee morale on lower salaries. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഇറ്റ്സ് ആക്ച്വലി studying the effects of lower salaries on employee morale. എംപ്ലോയി മൊറാലിൽ ലോവർ സാലറീസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാനാണ് ടാസ്ക് ഫോഴ്സിനെ വെച്ചിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, നൗ moving on. Question number 2. Choose the alternative so that the underlined part of the sentence is rendered correct. Same formula ulla question aane. Besides offering physiological rewards such as toned muscles, when regular karate is practiced, the body can be turned into a dangerous weapon. Okay, ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു കണക്ഷൻ ഇല്ലായ്മയുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാംഗ്ലിംഗ് മോഡിഫയറിന്റെ പ്രശ്നമാണ് വന്നിരിക്കുന്നത്. കാരണം besides offering physiological rewards such as toned muscles, അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എന്താണ് എന്ന് പറയണം. വെൻ റെഗുലർ കരാട്ടെ എന്നല്ല പറയേണ്ടത്, കരാട്ടെ ആദ്യമേ തന്നെ വരണമായിരുന്നു. സോ ആ ഒരു മോഡിഫയറിൻ്റെ പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കറക്റ്റ് ആക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. വൺ ക്യാൻ ടേൺ ദ ബോഡി ഇൻ ടു ഡേഞ്ചറസ് വെപ്പൺ ത്രൂ കരാട്ടെ ഇഫ് ഇറ്റ് ഇസ് പ്രാക്ടീസ്ഡ് റെഗുലർലി. ദ ബോഡി ക്യാൻ ബി ടേൺഡ് ഇൻ ടു ഡേഞ്ചറസ് വെപ്പൺ ആസ് എ റിസൾട്ട് ഓഫ് കരാട്ടെ ഇഫ് പ്രാക്ടീസ്ഡ് റെഗുലർലി. വെൻ കരാട്ടെ ഈസ് പ്രാക്ടീസ്ഡ് റെഗുലർലി the body can be turned into a dangerous weapon. Karate if practiced regularly can turn the body into a dangerous weapon. ഞാൻ പറഞ്ഞ പോലെ കരാട്ടെ അവിടെ ഓൾറെഡി വരേണ്ടതാണ് ആ മോഡിഫയർ യൂസ് ചെയ്തതിന് ശേഷം. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇവിടെ ഡാംഗ്ലിംഗ് മോഡിഫയർ എറർ ആണ് വന്നിരിക്കുന്നത്. ഡാംഗ്ലിംഗ് മോഡിഫയർ എറർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ദി ആനിമൽ ആക്ടിവിസ്റ്റ് ഹാസ് റേസ്ഡ് അവയർനെസ് നോട്ട് ഓൺലി ഓൺ ദ പ്ലൈറ്റ് ഓഫ് അബാൻഡൻഡ് ഡോഗ്സ് ബട്ട് ഓൾസോ ഓൺ ഓവർവർക്ക്ഡ് ബുൾസ് ആൻഡ് ടെമ്പിൾ എലിഫൻസ്. ഇവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ പാരലലിസത്തിൻ്റെ ഒരു എററാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ശരിയാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓപ്ഷൻസ് വായിച്ചിട്ട്. ഓൺ ദ പ്ലൈറ്റ് ഓഫ് നോട്ട് ഓൺലി ദി അബാൻഡൻഡ് ഡോഗ്സ് ബട്ട് ഓൾസോ ഓൺ ദോസ് ഓഫ് ഓവർവർക്ക്ഡ് ബുൾസ്. നോട്ട് ഓൺലി ഓൺ ദ പ്ലൈറ്റ് ഓഫ് abandoned dogs but also on that of overworked bulls. The plight of abandoned dogs as well as the overworked bulls. The plight of abandoned dogs but also on overworked bulls. ഇതിൽ ആക്ച്വലി ആൻസർ വരുന്നത് എന്താണ്? നോട്ട് ഓൺലി ഓൺ ദ പ്ലൈറ്റ് ഓഫ് ദി അബാൻഡൻഡ് ഡോഗ്സ് ബട്ട് ഓൾസോ ഓൺ ദാറ്റ് ഓഫ് ഓവർവർക്ക്ഡ് ബുൾസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. റൈറ്റ്. നൗ ഇവിടെ വന്നിരിക്കുന്ന എറർ എന്താണ്? പാരലലിസത്തിൻ്റെ എററാണ് വന്നിരിക്കുന്നത്. പാരലലിസം നോട്ട് ഓൺലി ബട്ട് ഓൾസോയുടെ യൂസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോയുടെ യൂസിലാണ് എറർ വന്നിരിക്കുന്നത്. ഓക്കെ, നൗ moving on. One of the statements below contains a word used incorrectly. Choose the option which has the incorrect or inappropriate usage of the word. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിലും ഓരോ സെൻറ്റൻസസ് ആണ്. 4ലും ഒരു വേർഡ് തെറ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആ മീനിങ് അല്ല അവിടെ വരേണ്ടത്. അപ്പോൾ അതേത് സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ,
The president of the City Chamber of Commerce is an urbane, kindly and generous man. The writer's next book deals with the life of an urbane intellectual as seen through the eyes of a lawyer. My uncle, who lives in New York, turned out to be the exact opposite of the urbane, wealthy gentleman that I was expecting to meet. Over 70% of the people living in urban areas said that they wanted better roads and more schools. Okay, അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? അർബേൻ, അർബേൻ, അർബേൻ ആൻഡ് അഗെയിൻ അർബേൻ. പക്ഷേ അർബേൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അർബേൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് പോളിഷ്ഡ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ റിഫൈൻഡ് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഒരു സെൻറ്റൻസിൽ മാത്രം ആ മീനിങ് അല്ല വരുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി ഓപ്ഷൻ ഡി. ഓവർ 70% ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ അർബൻ ഏരിയാസ് അല്ല, അവിടെ അർബൺ ആണ് വരേണ്ടിയിരുന്നത്, അർബൺ ഏരിയ. ഓക്കെ, ഇവിടെ അർബൺ ഏരിയ ആണ് വരേണ്ടിയിരുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. മനസ്സിലായല്ലോ ഇങ്ങനത്തെ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലും 4 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ വേർഡ് ഏതോ ഒരു സെൻറ്റൻസിൽ മാത്രം ഇൻകറക്റ്റ് യൂസേജ് ആണ് വന്നിരിക്കുന്നത്. അത് നോക്കാം. ദ യങ് സയൻറ്റിസ്റ്റ് ബിൽഡ് എ സ്മോൾ ലോ കോസ്റ്റ് മെഷീൻ ടു റീസൈക്കിൾ വേസ്റ്റ് വാട്ടർ. ഇറ്റ് വാസ് എ സിമ്പിൾ ബട്ട് ഇൻജീനിയസ് സൊല്യൂഷൻ ടു ദി problem of water shortage in the city. My friend is an ingenious cook. She can make very delicious dishes from the most ordinary ingredients. The young man lost all his savings because he was rather ingenious to believe the agent's promises of a well-paid job and a comfortable life in a foreign country. Teachers say that some children are very ingenious when it comes to finding excuses for not completing their work. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന വേർഡ്സ് ingenious, ingenious. ഇൻജീനിയസിൻ്റെ മീനിങ് എന്താണ്? ഇൻജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലെവർ പേഴ്സൺ, എ ക്ലെവർ പേഴ്സൺ. പക്ഷെ ഒരു സെൻറ്റൻസിൽ മാത്രം അത് തെറ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് സെൻറ്റൻസ് ആണ് അത്? ഓപ്ഷൻ സിയിലാണ്. ഓക്കെ, ദ യങ് മാൻ ലോസ്റ്റ് ഓൾ ഹിസ് സേവിങ്സ് ബിക്കോസ് ഹി വാസ് റാദർ ഇൻജീനിയസ്. അല്ല, ക്ലെവർ എന്ന് പറയുമോ? അവിടെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരേണ്ടത്. ഇൻജെനുവസ്, ഇൻജെനുവസ്, ഇൻജെനുവസ്. ഇൻജെനുവസ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ചൈൽഡ് ലൈക്ക് ഇന്നോസെൻസ്. ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് കാണിച്ചത് കൊണ്ടാണ് അയാളുടെ കയ്യിൽ നിന്ന് അത്രയും പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഇൻജെനുവസ്. ഓക്കെ, ഇൻജീനിയസ് അല്ല, ഇൻജെനുവസ്. മനസ്സിലായോ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രോപ്പർ യൂസേജ് ഓഫ് വേർഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആഫ്റ്റർ സെവറൽ റൗണ്ട്സ് ഓഫ് മീറ്റിംഗ്സ് ദ സിറ്റി കൗൺസിൽ പാസ്ഡ് ആൻ ഓർഡിനൻസ് ടു ലിമിറ്റ് ദ നമ്പർ ഓഫ് cafes നിയർ ദ സീ സൈഡ്. As per a royal ordinance, all men under 18 had to join the army and fight the war. Military aircrafts can be used to carry a wide variety of ordnance. The people protested a city ordinance that all parks must be closed by 9 PM. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോമൺ വേർഡ് ഓർഡിനൻസ്. And what do you mean by ordinance? Ordinance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an authoritative rule or regulation. Authoritative rule or regulation. ഒരു സെന്റൻസിൽ മാത്രം അത് തെറ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് സെന്റൻസ് ആണെന്ന് നോക്കിയാലോ? ഇറ്റ്സ് ഓപ്ഷൻ സി. Military aircrafts can be used to carry a wide variety of ordnance. Ordnance എന്ന് പറഞ്ഞാൽ എന്താണ്? Weapons or ammunition. And ammunition. Okay, weapons and ammunition ആണ് അർത്ഥം. സോ ഓർഡിനൻസ് അല്ല, ഓർഡിനൻസ് ആണ്. അവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 7. One of the statements below contains a word used incorrectly. Choose the inappropriate usage of word. Same question തന്നെയാണ്, inappropriate usage. It is a pleasure when we are all together for a meal at home. Her son is not interested in watching movies, which is not altogether a bad thing. The 300 guests sat all together in the large dining hall of the hotel. The facilitator asked the participants to stand up all together. Okay, ഇവിടെ all together എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ
ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് നോക്കാം. ഓൾ ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ ടുഗെദർ എന്ന് വെച്ചാൽ എവ്രി വൺ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഓൾ ടുഗെദർ എന്നൊരു വാക്കുകൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ഓൺ ദ ഹോൾ. അങ്ങനെ ഒരിടത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്, പക്ഷെ മാറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏത് സെന്റൻസിലാണെന്ന് നോക്കിയാലോ? ഇറ്റ്സ് ഓപ്ഷൻ ബി. അത് ആക്ച്വലി ഞാൻ വായിച്ചപ്പോൾ തന്നെ അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹർ സൺ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് മൂവീസ് വിച്ച് ഇസ് നോട്ട് ഓൾ ടുഗെദർ എ ബാഡ് തിങ് ഓൺ ദ ഹോൾ എന്നുള്ളത്. ബാക്കിയെല്ലാം ഓൾ ടുഗെദർ എവ്രി വൺ എന്നുള്ള അർത്ഥം വരുന്നതാണ്. Okay, so that is the answer. Then question number 8. Same തന്നെയാണ്. ഇംപ്രോപ്പർ വേർഡ് അല്ലെങ്കിൽ inappropriate വേർഡ് യൂസേജ് കണ്ടുപിടിക്കുക. The sickness of a family member can affect the lives of everyone at home. Kerala was affected by severe flood all through the year. Taking this medicine for a prolonged period can have severe after effects. The popular star was not a natural actor. His style was rather affected. Okay, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? affect, affected, എഫക്റ്റഡ് എന്നുള്ളതാണ്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ? ഇൻഫ്ലുവൻസ്. ആൻഡ് ഒരിടത്ത് മാത്രം തെറ്റായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഇവിടെ വരേണ്ടത്. ഓപ്ഷൻ സി. ടേക്കിംഗ് ദിസ് മെഡിസിൻ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ പീരീഡ് ക്യാൻ ഹാവ് സിവിയർ ആഫ്റ്റർ ഇഫക്ട്സ്. ഇഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് ആണ്. റിസൾട്ട് ഓഫ് ദി ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ ഇവിടെയാണ് തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അഫക്റ്റിന് പകരം ഇവിടെ എഫക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു ദി എൻഡ് ഓഫ് ദി ഡിസ്കഷൻ ടുഡേ. നമ്മൾ ഇന്ന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര കോമൺ അല്ലാത്ത 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ് യൂസേജ്, മറ്റത് ഓൾ ടുഗെദർ ഒരു എറർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻറ്റൻസ് സ്ട്രക്ചറിലെ തന്നെ. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? IPMAT ഇൻഡോർ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. IPMAT ഇൻഡോർ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഓക്കെ, hope you all have understood. Now you have to refer to value added note and then attempt topic test. See you again in another video. Thank you.